Hi dears, welcome back to another social science class. Here we move to the continuation of previous class that we already discussed Sapta Sindhu region and Gangati plain. The movement of Aryans from Sapta Sindhu region to Gangati plain. സപ്തസിന്ധു റീജിയനിലായിരുന്നു ആദ്യം ആര്യന്മാര് താമസിച്ചിരുന്നത് അല്ലേ? അങ്ങനെ അവിടുന്ന് അവരുടെ ജനസംഖ്യ ഒക്കെ വളർന്നപ്പോൾ അവർക്ക് അവിടെ താമസം ഉറപ്പിക്കാൻ കഴിയാതെയായപ്പോൾ they were moved, they were rushed to another Gangatic plain. ഗംഗാ സമതലത്തിലേക്ക് അവർ മാറി താമസിച്ചു എന്ന് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇല്ലടോ? യെസ്. അങ്ങനെ ഇവർ മാറി താമസിച്ചപ്പോൾ ഇപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഗംഗാറ്റി പ്ലെയിനിലേക്ക് മാറി താമസിച്ചപ്പോൾ കുറച്ചുകൂടെ സാമൂഹിക അനാചാരങ്ങൾ, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ ഇതൊക്കെ കുറച്ചുകൂടെ ഉണ്ടായി. നമ്മൾ പഠിച്ചൂലേ? ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ട് തട്ടുകൾ ഹയറാർക്കിക്കൽ ഓർഡർ ആയിട്ട് സ്ട്രാറ്റയായിട്ട് അന്നത്തെ ജനങ്ങളെ അവർ തരംതിരിച്ചിരുന്നു. ബ്രാഹ്മിൻസ് നിങ്ങൾ വലിയവരെ, ക്ഷത്രിയ നിങ്ങൾ അവരുടെ താഴെയുള്ള ജനങ്ങളാണ്, വൈശ്യ നിങ്ങൾ അവരുടെയും താഴെയുള്ള ജനങ്ങളാണ്, ശൂദ്ര നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത സ്ലേവ്സ് ആണ്, അടിമകളാണ് എന്നുള്ള രൂപത്തിലായിരുന്നു ആര്യന്മാര് ജനങ്ങളെ സോഷ്യൽ ലൈഫിനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആയപ്പോൾ ഇത് all the peoples that belongs to slave, that belong to Shudras, Vaishyas, they against this caste system, they against this social discrimination, they against this social hierarchical system. ഈ ഒരു ജാതി വ്യവസ്ഥയോട്, ഈ ഒരു വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യവസ്ഥയോട് എല്ലാവർക്കും മടുപ്പായി. എല്ലാവർക്കും മീൻസ് താഴ്ന്ന വർഗക്കാർക്ക് മടുപ്പായി. ഇവരൊക്കെ അതിനെതിരെ തിരിയുന്ന ഒരു അവസരത്തിൽ വാട്ട് ആർ ദ അനദർ റീസൺസ്, എന്തുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഈ ജാതി വ്യവസ്ഥയെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ഹെയറാർക്കിനെ ഇങ്ങനെ ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ട് 4 തട്ടുകളാക്കി തരംതിരിച്ചതിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ആശയത്തിലേക്ക് എങ്ങനെയാണ് ഗംഗാ സമതലത്തിലുള്ള ആര്യന്മാര് പോയത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇവര് ഗംഗാറ്റിക് സമതലത്തിലേക്ക് പോയപ്പോൾ അഗ്രികൾച്ചർ കൂടി, നല്ല കൃഷിയായി, നല്ല കൃഷി ഉണ്ടായി. കൃഷി ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും അത് വിറ്റഴിക്കാൻ അവർക്ക് മാർക്കറ്റ് വേണം, ചന്തകൾ വേണം. അങ്ങനെ അവർ ചന്തകൾ ഉണ്ടാക്കി, വീണ്ടും അവർ ട്രേഡ്, കച്ചവടത്തിലേക്ക് മാറി. നോക്കൂ നിങ്ങൾ, ആദ്യം കൃഷി ചെയ്യുന്നവരായിരുന്നു. ആദ്യം അവര് കന്നുകാലി, കാറ്റൽ റിയറോസ് ആയിരുന്നു. എന്നിട്ട് വീണ്ടും അവര് കുറച്ചുകൂടെ പുരോഗമിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. സപ്തസിന്ധുവിലൊക്കെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി വീണ്ടും പുരോഗമിച്ചവർ ട്രേഡിലേക്ക്, കച്ചവടത്തിലേക്ക് മാറി. അങ്ങനെ കുറെ ട്രേഡ് സെന്റേഴ്സ്, രാജഗൃഹ, കൗസാംബി, ശ്രാവസ്തി, ബനാറസ് എന്ന് പറഞ്ഞ കുറെ സൈറ്റുകൾ, കുറെ ട്രേഡ് സെന്റേഴ്സുകൾ വന്നു. ഇങ്ങനെയൊക്കെ ജനങ്ങൾ പുരോഗമിച്ചപ്പോൾ ഇവർക്ക് ഈ ഒരു അവസ്ഥയോട്, നിലവിലുള്ള അവസ്ഥയോട് പുച്ഛം വരാൻ തുടങ്ങി. emergence of new ideology, പുതിയൊരു ആശയത്തിലേക്ക് പെരുമാറി. എന്തൊക്കെയാണ് the reason behind new ideology? ഇവിടെ ഒരു സ്റ്റോറി കൊടുക്കുന്നുണ്ട്. ആ സ്റ്റോറിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നല്ലൊരു വസന്തകാലത്തിൽ ഒരു രാജകുമാരന്റെ സ്റ്റോറിയാണ് കൊടുക്കുന്നത്. രാജകുമാരൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു അരയന്നം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വീഴുകയാണ്. അരയന്നാണെന്നുണ്ടെങ്കിലോ അമ്പ് ചെയ്തിട്ടാണ് അത് വീണിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ രാജകുമാരൻ പോയിട്ട് ആ അരയന്നത്തിനെ എടുത്തിട്ട് അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്ത് അതിനെല്ലാം കൊടുത്ത് അത് ഹാപ്പി ആയപ്പോൾ രാജകുമാരനും ഹാപ്പി ആയി. അപ്പൊ ഒരു സ്വന്തം അമ്മാവന്റെ മകൻ ഇങ്ങനെ ആ രാജാവിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ വരികയും ഓടിക്കരച്ച് വരികയും, ഞാൻ അമ്പ ചെയ്ത് വീഴ്ത്തിയതാണ്, അത് എന്റെ അന്നമാണ്, അതെന്റെ ഫുഡാണ്, പ്ലീസ് ഗിവ് മീ എന്ന് പറഞ്ഞപ്പോ ഈ രാജകുമാരൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് ആർക്കും ആരെയും കൊല്ലാനുള്ള അവകാശമില്ല, എന്തിനാണ് കൊന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഈ ഒരു കഥയാണ്, ദാറ്റ് മീൻസ് ഒരു സംഭവ കഥയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും കണ്ടില്ലേ? ഈ സംഭവം മറ്റാരുമല്ല, ഈ രാജകുമാരൻ മറ്റാരുമല്ല, പിൽക്കാലത്ത് നമ്മൾ അറിയപ്പെടുന്ന ശ്രീ ബുദ്ധൻ. ബുദ്ധമതം സ്ഥാപിച്ചിട്ടില്ല. ബുദ്ധ, ദ റിലീജിയൻ ദാറ്റ് കോൾഡ് ബുദ്ധ
that emerged in 6th century BCE. ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, നമ്മുടെ ശ്രീബുദ്ധനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കഥ വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? In this story, the hero is none other than our ശ്രീ ബുദ്ധ. നമ്മൾ ബുദ്ധനാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കഥ ഇവിടെ കൊടുത്തിട്ടുള്ളത്? 6th century BCE ആയപ്പോഴേക്കും നമ്മുടെ ആര്യൻ ജനത, നമ്മുടെ ഗംഗാജി പ്ലെയിനിലുള്ള ജനത, അവർ വേറൊരു ഐഡിയോളജിയിലേക്ക്, വേറൊരു ആശയത്തിലേക്ക്, വേറൊരു മതത്തിലേക്ക് മാറി. അത് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ബുദ്ധ. ബുദ്ധമതവും ജൈനമതവും ഇവിടെ ഉൾത്തിരിയാനുള്ള കാരണം ഇതാണ്. ബുദ്ധ ആൻഡ് ചൈന, ബുദ്ധമതം, ജൈനമതം. The two important religions that emerged in 6th century BCE that against the Vedic period. വേദ കാലഘട്ടത്തിലെ ഈ ഒരു അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലല്, ആനിമൽ സാക്രിഫൈസ് ഒക്കെ ഇല്ലേ, ഓരോ പൂജക്ക് ഓരോന്നിനും വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം, ഇതിനെ ഈ വേദിക് പീരിയഡിനെ എതിരായിക്കൊണ്ട് വന്നിട്ടുള്ള രണ്ട് മതങ്ങളാണ്, രണ്ട് റിലീജിയൻസ് ആണ് ജൈനമതവും ബുദ്ധമതവും. Firstly, we move to Buddhism and Gautama Buddha. ഗൗതമ ബുദ്ധനെ കുറിച്ചിട്ട് ബുദ്ധിസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നേരത്തെ മുൻകൂട്ടിയിട്ട് നമ്മളൊരു സ്റ്റോറി വായിച്ചിട്ടില്ലായിരുന്നോ? അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഹി പ്രീച്ച്ഡ് ദ കൺസെപ്റ്റ് ഓഫ് അഹിംസ. അദ്ദേഹം അഹിംസയിൽ വിശ്വസിക്കുന്നവനായിരുന്നു. ബിലീവ്ഡ് ദ ഐഡിയോളജി അഹിംസ. ഹിംസക്കെതിരായിരുന്നു, കൊല്ലലിനെതിരായിരുന്നു. രണ്ടാമതോ, എല്ലാത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യർക്കായാലും മൃഗത്തിനായാലും എല്ലാത്തിനും ഒരുപോലെയുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെ കാര്യം നമ്മൾ പറയുന്നത്? ബുദ്ധമതം സ്ഥാപിച്ചിട്ടുള്ള ഗൗതമ ബുദ്ധയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ശ്രീബുദ്ധന് കർമ്മക്കായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. എന്താണ് കർമ്മ എന്ന് പറയുന്നത്? ചെയ്യുന്നത്, അല്ലാതെ വാചകമടിയിലല്ല, ചെയ്യുന്നതിലായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ മിസറി എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഡിസയറാണ്, മനുഷ്യൻ്റെ ആവശ്യമാണ്. ഏറ്റവും വലിയ അത്യാഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അങ്ങനെയാണല്ലോ അല്ലേ? എന്ത് കിട്ടിയാലും എന്ത് ചെയ്താലും അതില്ല, അതായിട്ടില്ല, അത് കഴിഞ്ഞിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വിചാരമാണ്. അതാണ് ഏറ്റവും വലിയ ആപത്ത്. ഹ്യൂമൻ ഡിസയർ ഈസ് ദ മിസറീസ് ഓഫ് ലൈഫ്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗ്രീഡ് അല്ലെങ്കിൽ പറയുന്നത്, അത്യാഗ്രഹമാണ് എന്ന് പറയുന്നത്. മനുഷ്യന് എന്ത് കിട്ടിയാലും അതായിട്ടില്ല എന്ന് പറയുന്നത് ഹ്യൂമൻ ഡിസയർ. നോക്കൂ, അതുപോലെ തന്നെ ബുദ്ധ എന്ന് പറയുന്നത് റിച്വൽ പ്രാക്ടീസിനെക്കാട്ടി, ഈ ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മോറൽ ലിവ്സ് ഓഫ് ദ പീപ്പിൾ. മനുഷ്യൻ്റെ ധാർമ്മികതയിലാണ്, മനുഷ്യൻ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അല്ലാതെ കുറേ ഹോമം ചെയ്യുക, കുറേ യാഗം ചെയ്യുക, ഇതിലൊന്നല്ലായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗൗതമ ബുദ്ധയുടെ ടീച്ചിങ്സ് അല്ലെങ്കിൽ ഗൗതമ ബുദ്ധയുടെ തോട്ട്സ് പീഡകാസ് ആയിട്ട് 3 പീഡകങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഗൗതമ ബുദ്ധൻ്റെ ചിന്തകൾ 3 പീഡകങ്ങളാണ്. പീഡകാസ്, ത്രിപീഡകാസ്. ഏതാണ് ത്രിപീഡക? വിനയ പീഡക, സുത്ത പീഡക, അഭിധമ്മ പീഡക. വിനയ പീഡക, സുത്ത പീഡക, അഭിധമ്മ പീഡക. എന്താണിത്? എന്താണ് ഈ 3? ദിസ് ദ ടീച്ചിങ് ഓഫ് ഗൗതമ ബുദ്ധ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് സംഘങ്ങളായിരുന്നു ഈ ബുദ്ധിസത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ഓരോ തോട്ടുകളും ഓരോ ആശയങ്ങളും എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കേവ്, അതുപോലെ തന്നെ ടെമ്പിള്, വിഹാര, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും, പില്ലറുകൾ, ഇവിടെയൊക്കെ കൊത്തിവെക്കും ആശയങ്ങളൊക്കെ. ബുദ്ധൻ്റെ ആശയങ്ങളൊക്കെ ടെമ്പിളിലും അതുപോലെ തന്നെ വിഹാരങ്ങളിലൂടെയും പില്ലറുകളിലൂടെയും സ്തൂപങ്ങളിലും സ്തംഭങ്ങളിലും ഒക്കെ കൊത്തിവെച്ചാൽ എല്ലാവരും കാണും.
അങ്ങനെ കണ്ടിട്ടും എല്ലാവരും ആശയങ്ങൾ മനസ്സിലാക്കും, ബുദ്ധമതത്തിലേക്ക് വരും. വേദിക് റിലീജിയൻ അല്ലെങ്കിൽ വേദ കാലഘട്ടത്തെ എല്ലാവരും എതിർത്തു. എന്തുകൊണ്ടാണ് വേദകാലഘട്ടത്തെ എതിർത്തത്? വേദകാലഘട്ടത്തിലെ ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ട് 4 തട്ടുകളാക്കിയിട്ട് ജനങ്ങളെ തരംതിരിച്ചിരുന്നു. എന്നാൽ ബുദ്ധമതം അതിനെതിരായിരുന്നു. സോഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരായിരുന്നു, ജാതി വ്യവസ്ഥക്കെതിരായിരുന്നു, എഗൈൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു ബുദ്ധമതം. ഓക്കെ, അതുകൊണ്ട് എല്ലാ ജനങ്ങളും ബുദ്ധമതത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ജൈനമതത്തിലേക്ക് വന്നു. ജൈനമതം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ബുദ്ധിസം പ്ലേഡ് a major role in promoting trade and cultural relation between India and neighboring countries. ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയുടെ നൈബറിങ് കൺട്രീസ് ആയ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള മ്യാൻമാറിലേക്കും ഭൂട്ടാനിലേക്കും അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ട്രേഡ് ബന്ധങ്ങളും അതുപോലെ തന്നെ കച്ചവട ബന്ധവും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടും ആർക്കിടെക്ചറും നമ്മുടെ സംസ്കാരവും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബന്ധമായിരുന്നു നമ്മുടെ അയൽ രാജ്യങ്ങളോട് ബുദ്ധമതമുള്ള കാലത്ത്. ദാറ്റ് മീൻസ് 6th century BCE ചെയ്തു. പക്ഷെ പിൽക്കാലത്ത് എന്താ ഉണ്ടായത്? ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധന്റെ ആഫ്റ്റർ ബുദ്ധ ബുദ്ധിസം ഡിവൈഡഡ് ഇൻടു 2. ദാറ്റ് ഈസ് ഹീനയാന ആൻഡ് മഹായാന. ബുദ്ധന് നല്ല ഇമാജിൻ ആക്കി വെച്ചിരുന്ന അഹിംസ, അത് ആരെയും കൊല്ലാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല നല്ല ടീച്ചിങ്സ്, ട്രൂത്ത്, വിശ്വാസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. എഗൈൻസ്റ്റ് വേദിക് പീരീഡ് ജാതി കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ, സോഷ്യൽ ഈവിൾസിനെതിരെ ഒക്കെ തിരിഞ്ഞിട്ടുള്ള ബുദ്ധന് മരിച്ചപ്പോൾ ബുദ്ധന്റെ ഡിസൈപ്പിൾസ്, ബുദ്ധന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബുദ്ധന്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നവർ 2ആയിട്ട് തിരിഞ്ഞു. ഏതൊരു കാര്യവും അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പലതായിട്ട് തിരിയും അല്ലേ? അതുപോലെ ബുദ്ധിസവും ബുദ്ധമതവും 2ആയിട്ട് തിരിഞ്ഞു. ഡിവൈഡഡ് ഇൻടു 2, ദാറ്റ് ഈസ് ഹീനയാന ആൻഡ് മഹായാന. ഹീനയാന ആൻഡ് മഹായാന. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജൈനമതം സ്ഥാപിച്ചിട്ടുള്ളത്, പ്രൊപ്പഗേറ്റർ ഓഫ് ജൈനിസം, ദാറ്റ് ഈസ് നൺ അതർ ദാൻ വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചിട്ടുള്ളത് ഇതേ കാലഘട്ടത്തിൽ തന്നെ. അവരുടെ ഒരു വിശ്വാസപ്രകാരം വർദ്ധമാന വാസ് ദ 24th തീർത്ഥങ്കര. ഇദ്ദേഹം 24ാമത്തായിട്ടുള്ള തീർത്ഥങ്കരനായിരുന്നു. തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയും പ്രോഫറ്റ്, പ്രവാചകൻ എന്ന് പറയും. നമ്മൾ ഇത്രാമത്തെ പ്രവാചകൻ, ഇത്രാമത്തെ ലാസ്റ്റ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അതുപോലെ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര് എന്ന് പറയുന്നത്? വർദ്ധമാന മഹാവീരൻ. അദ്ദേഹമാണ് ജൈനമതം, ജൈനിസം. He brought the concept of Jainism. അദ്ദേഹത്തിൻ്റെ 3 റൈറ്റുകൾ എന്തായിരുന്നു? ഒന്ന് റൈറ്റ് ടു ബിലീഫ്, റൈറ്റ് ടു നോളേജ്, റൈറ്റ് ടു ആക്ഷൻ. വിശ്വസിക്കാനുള്ള റൈറ്റ്, നോളേജ് അറിയാനുള്ള റൈറ്റ്, ആക്ഷൻ അത് പ്രവർത്തിക്കാനുള്ള റൈറ്റ്. ഇങ്ങനെ 3 റൈറ്റുകളാണ് ജീവിതത്തിൽ വേണ്ടത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മഹാവീരൻ. ഏതൊക്കെയാണ് 3 റൈറ്റ്സ്? റൈറ്റ് ടു ബിലീഫ്, റൈറ്റ് ടു നോളേജ്, റൈറ്റ് ടു ആക്ഷൻ. പിന്നീട് ലേറ്റർ as usual Buddhism declined or Buddhism divided into 2, Hinayana and Mahayana. Jainism also divided into 2. Jainism also declined or 2 ബ്രാഞ്ചായി ജൈനിസവും തിരിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ശ്വേതംബരാസ് ആൻഡ് ദിഗംബര. വർദ്ധമാന മഹാവീരന്റെ ശേഷം ജൈനമതവും 2ആയിട്ട് തരംതിരിഞ്ഞു. എന്തായിരുന്നു? ശ്വേതംബരാസ് ആൻഡ് ദിഗംബര. നമ്മൾ ഇവിടെ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വേദകാലഘട്ടത്തിൽ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്തിരുന്നത്? സാൻസ്കൃത്. അവിടെ പാവപ്പെട്ടവരുടെ ലാംഗ്വേജ് ഏതായിരുന്നു? പാലി, പ്രാകൃത് ഇതൊക്കെയായിരുന്നു. എന്നാൽ ജൈനമതവും ബുദ്ധമതവും പ്രൊപ്പഗേറ്റഡ് ദ ലാംഗ്വേജ് പാലി ആൻഡ് പ്രാകൃത് ഇൻസ്റ്റെഡ് ഓഫ് സാൻസ്കൃത്. സംസ്കൃതത്തിന് പകരം ജൈനമതവും ബുദ്ധമതവും പാലിയിലും പ്രാകൃത് ഭാഷയിലുമായിരുന്നു നടത്തിയിരുന്നത്.
എന്ത് നടത്തിയിരുന്നത്? പാലിയിലും പ്രാകൃതിയിലും ആയിരുന്നു അദ്ദേഹം ടീച്ചിങ് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും അതിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. സംസ്കൃതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നർത്ഥം. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകിൽ ബുദ്ധിസം അല്ലെങ്കിൽ ജൈനിസത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നുകിൽ ഗൗതമ ബുദ്ധയോട് അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരനോട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സാണ്. അതിലോരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൈശാലി. വൈശാലി എന്ന് പറയുന്നത് ഒരു ബീഹാറിലെ ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷെ ഈ വൈശാലിയുടെ ഒരു പ്രത്യേകത നോക്കൂ, പിക്ചറിൽ നോക്കൂ. വൈശാലിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മഹാവീര. ഇത് നമ്മുടെ മഹാവീര, വർദ്ധമാന മഹാവീരന്റെ ബർത്ത് പ്ലേസ് ആണ്, ജനന സ്ഥലമാണ്. മാത്രമല്ല ബുദ്ധിസത്തിന് വളരെ പേര് കേട്ടിട്ടുള്ള സ്ഥലവും കൂടെയാണ് വൈശാലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ബോധ്ഗയ. ബോധ്ഗയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധന്റെ പ്രതിമ വന്നിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ? ബോധ്ഗയയിൽ വളരെ ഉയരം കൂടിയ ബുദ്ധന്റെ പ്രതിമ ഉണ്ട്. മാത്രമല്ല ആ സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതും ബീഹാറിൽ തന്നെയാണ് കേട്ടാ. സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ബ്രിക്ക് കൊണ്ടാണ്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടികകൾ കൊണ്ടാണ്. ദി സൈറ്റ് ആർ മെയ്ഡ് ബൈ ബ്രിക്സ്. നെക്സ്റ്റ് പിക്ചർ നോക്കൂ, കുശിനഗർ നോക്കൂ. കുശിനഗറിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ദ വെരി ഫേമസ് സെന്റർ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിനോട് അല്ലെങ്കിൽ ബുദ്ധമതത്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെന്ററാണ് കുശിനഗർ. ഈ കുശിനഗറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ അൾട്ടിമേറ്റ് സാൽവേഷൻ ബൈ ബുദ്ധാസ്, അല്ലെങ്കിൽ ബുദ്ധമതക്കാർക്ക് ഏറ്റവും ഇപ്പം മോക്ഷം കിട്ടാൻ വേണ്ടി എന്ത് പാപം ചെയ്താലും ലാസ്റ്റ് പോയാൽ ഈ ഒരു കുശിനഗറിൽ പോയാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. സാൽവേഷൻ, മോക്ഷം. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, പാപമോചനം. നമ്മൾ പറയില്ലേ ഹൗബ പോലെ, അതുപോലെ അവർക്കൊരു സെന്ററാണ് കുശിനഗർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലുംബിനി. ലുംബിനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ. അതുപോലെ പാവപുരും സാരാനാഥും ഒക്കെ എങ്ങനെയാണ് ബുദ്ധമതത്തിനോടും ജൈനമതത്തിനോടും റിലേറ്റ് ചെയ്തിരിക്കണമെന്ന് നിങ്ങൾ കണ്ടെത്തുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എന്തെല്ലാം പറഞ്ഞു നമ്മൾ ഇന്ന്? ബുദ്ധമതവും ജൈനമതവും വേദിക് മതങ്ങളെ, വേദിക് പീരീഡ് എന്ന് പറഞ്ഞത് ഏർലി വേദിക്കും ഉണ്ടായിരുന്നു, ലേറ്റർ വേദിക്കും ഉണ്ടായിരുന്നു. അതായത് ആര്യന്മാരുടെ കാലഘട്ടത്തിന് എതിരെ വന്നിട്ടുള്ള രണ്ട് മതങ്ങളാണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസം ആൻഡ് ജൈനിസം is the two most religion that emerged in 6th century BCE against the concept of Vedic period, Vedic rituals, Vedic culture. That is the against superstitious, against social hierarchy, Brahmin, Kshatriya, Vaishya, Shudra, something like that. And all the people, they attracted Buddhism and Jainism and they embraced it. എല്ലാവർക്കും ബുദ്ധിസവും ജൈനിസവും ഇഷ്ടപ്പെട്ടു. അവരുടെ അഹിംസ, അവരുടെ ഒരേപോലെ ഈക്വൽ കൺസിഡറേഷൻ ടു ഓൾ ഹ്യൂമൻ എന്നുള്ള പ്രിൻസിപ്പിൾ, ട്രൂത്ത്, വിശ്വാസം, റൈറ്റ് നോളജ്, റൈറ്റ് ബിലീഫ് ആൻഡ് റൈറ്റ് ആക്ഷൻ എന്ന്. However, after the period of Gautama Buddha and Mahavira, both Jainism and Buddhism divided into two. രണ്ടായിട്ട് പിളർന്നു. അങ്ങനെ മാത്രമല്ല, അത് ഡിക്ലൈൻ ചെയ്താൻ തുടങ്ങി. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? തകരാൻ തുടങ്ങി. ആൻഡ് again the Vedic period started. അങ്ങനെ വീണ്ടും ഇന്ത്യയിൽ ബുദ്ധമതം ജൈനമതത്തിന് ശേഷം again revival of Vedic period started. വീണ്ടും വേദിക് കാലഘട്ടം ഇന്ത്യയിൽ കണ്ടു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്.